പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങളോടൊപ്പമൊക്കെ ആയിരിക്കാൻ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 വാക്യം. അതിനകത്ത് പറയുന്നു, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പം ഈ യേശു ദൈവപുത്രൻ തന്നെ പറയുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുന്നില്ല. അപ്പൊ പിതാവിന്റെ സന്നിധിയിൽ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പിതാവുമായിട്ട് ബന്ധമല്ല. നമ്മൾ പുത്രനിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തില് പിതാവിന്റെ അടുക്കൽ എത്താൻ ഒക്കുന്നു. ഈ യേശു, അതായത് ജഡരൂപത്തില് ഇറങ്ങി വന്ന എന്തിനാ നമ്മളെയും എന്നെയും നിങ്ങളെയൊക്കെ വീണ്ടെടുക്കപ്പെടുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചത്. അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകാന് ആ പാപമില്ലാത്ത 33.5 വയസ്സ് വരെ ഇവിടെ ജീവിച്ചു. 33.5 വയസ്സിനകത്ത് ഒരു പാപവും ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം ഏറ്റെടുത്ത്, അതായത് ഒരു യാഗമൃഗത്തെ പോലെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ആ മുറിവേറ്റ് തകർന്ന് എന്തിനു വേണ്ടിയത് തകർന്ന് ഈ രക്തമെല്ലാം ചെയ്തി ഇതിന് പിതാവായ ദൈവത്തിന് അവന്റെ രക്തം കൊടുത്തതിനാണ് നമ്മളെ വീണ്ടെടുക്കുക. ആ പരിശുദ്ധമായ രക്തം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളെ അത് വീണ്ടെടുക്കുക. അങ്ങനെ നമ്മളെ വീണ്ടെടുത്തു കഴിയപ്പോൾ എന്താണ്, നമ്മളത് ഏറ്റു പറയണം. പിതാവായ ദൈവത്തിന്റെ പുത്രൻ വന്നിട്ട് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മളത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കൊണ്ട് ഏറ്റു പറയണം. അപ്പൊ നമ്മുടെ പാപങ്ങള് ക്ഷമിക്കപ്പെടും. നമ്മളങ്ങനെ ദൈവരാജ്യത്തിന് യോഗ്യനാണ്. ഈ യേശു എന്ന നാമം എന്ന് പറയുന്ന മഹത്തരമായ നാമം നമുക്ക് ആ ഫിലിപ്പിയറിന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തില് പറയുന്നുണ്ട്. 9-10 പറയുന്നുണ്ട്, അവൻ ദൈവരൂപത്തിൽ അവൻ ഇരിക്കെ ഈ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ എന്ത് ചെയ്തു? മുറുകെ പിടിച്ച് ദാസരൂപമെടുത്ത് മനുഷ്യ സദസ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താനെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണ ഉള്ളവനായിരുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് നമ്മളെ വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ പാപം ചെയ്യാതെ പിതാവിന്റെ മുമ്പിൽ അനുസരണ ഉള്ളവനായിരിക്കണം. അങ്ങനെ അനുസരണ ഉള്ളവനായി ഇരുന്നത് കൊണ്ട് എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം യേശുവിന് നൽകി. ആ നാമത്തിൽ അങ്ങനെ യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യും? സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുന്ന ഒരു സമയം വരും. ആ മടങ്ങുന്ന എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയുന്ന ഒരു ദിവസം വരും. അപ്പൊ ഇത് സംഭവിച്ചല്ലേ, ഇവരെല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ വന്ന് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന ഒരു ദിവസം വരും. ആ ദിവസം വന്നിട്ട് അന്നേരം പറയും യേശു കർത്താവ് എന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസം വരും. ഈ യേശുവിന്റെ നാമത്തിന്റെ ഒരു ഭയങ്കര പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി വിടുതലിനൊരുക്കിയ യേശുവിന്റെ നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്ന എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗിയുടെ മേൽ കൈവച്ചാൽ അവന് സൗഖ്യം വരും. അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പറയാം, നമ്മുടെ രോഗിയുടെ ദേഹത്ത് കൈവച്ചിട്ട് പറയണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ അധരത്തിൽ നിന്ന് വരണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ സൗഖ്യമാകും. പക്ഷെ ആ വിശ്വാസത്തോടുകൂടി പറയണം. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഇത് പറഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ രോഗികളെ തൊട്ടാൽ രോഗികൾ സൗഖ്യമാക്കും, ഭൂതങ്ങൾ ഇറങ്ങിപ്പോകും. കാരണം എന്തുകൊണ്ടത് സംഭവിക്കുന്നത്? കാരണം യേശു ക്രിസ്തു പാപമില്ലാത്തവനായിട്ട് അവന്റെ രക്തവും അവന്റെ ശരീരവും നമുക്ക് വേണ്ടി തന്നു. അങ്ങനെ ഒരു ഉയർത്തെഴുന്നേറ്റവൻ, ലോകത്തിൽ ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. അവനങ്ങനെ മരണത്തെ തോൽപ്പിച്ചു.
പിശാച് മരണത്തെ അവരെ മരിപ്പിച്ചു. പിശാച് ഈ മരിച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഉയർത്തെഴുന്നേക്കുന്ന ഒരേ ആൾ ഈ മരണത്തെ തോപ്പിച്ച്, അങ്ങനെ മരണത്തെ തോപ്പിച്ച ഒരേ ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. ആ മരണത്തെ തോപ്പിച്ച്, ആ സാത്താനെ തോപ്പിച്ച് അധികാരം തന്നെ. എന്തിനുള്ള അധികാരം? ഇനി രോഗത്തിന് നിന്റെ മേൽ സ്ഥാനമില്ല, ശാപത്തിന് നിന്റെ മേൽ സ്ഥാനമില്ല, മരണത്തിന് സ്ഥാനമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു, ഹല്ലേലൂയ, അപരിശുദ്ധനായ അശുദ്ധനായ യേശു ക്രിസ്തു പാപമില്ലാത്തവനായ നമുക്ക് വേണ്ടി മരിച്ച് തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് യാഗമായി, എനിക്കും നിനക്കും വേണ്ടിയ യാഗമായി തന്ന് നീ അത് ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിച്ച് എനിക്ക് കിട്ടേണ്ട ശിക്ഷ, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ മരണശിക്ഷയായിരുന്നു. ആ ശിക്ഷയെല്ലാം എനിക്ക് വേണ്ടി എന്റെ മോനെ ഞാൻ അവന് വേണ്ടി മരിക്കാം എന്ന് പറഞ്ഞ് പുത്രനായ യേശു എന്ത് ചെയ്തു? ആ മരണം ഏറ്റെടുക്കുക, നമുക്ക് വേണ്ട ശിക്ഷ. അപ്പൊ നമുക്ക് വേണ്ട ശിക്ഷ എടുത്തിട്ട് എന്ത് ചെയ്തു? അവസാനം നമുക്ക് കർത്താവ് കരഞ്ഞിട്ടുണ്ട്, പക്ഷെ ഈ സമയത്ത് എങ്ങും കരഞ്ഞില്ല. അവന്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടിയാ ചെയ്തത്. നമ്മളത് വിശ്വസിക്കുമ്പോൾ എന്റെ കർത്താവ് ദൈവം വേറെ ആരും നമുക്ക് വേണ്ടി അങ്ങനെ മരിക്കാൻ ആരുമില്ല. പാവമില്ലാത്തവനായി 33.5 വർഷം വരെ ഇവിടെ ജീവിച്ചു. നമുക്ക് വേണ്ടിയാ ജീവിച്ചത്. യാഗമായി തീർന്നത് നമുക്ക് വേണ്ടിയാ. അങ്ങനെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോ എന്ത് സംഭവിച്ചു? ഈ നമ്മുടെ പാപങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ വിശ്വസിച്ചാൽ പാപങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. അങ്ങനെ യേശു ക്രിസ്തു എനിക്കും നിനക്കും വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് എന്നിട്ട് എന്ത് ചെയ്തു? ശത്രുവിനെ തോപ്പിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുക. പിതാവിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് നമ്മളെ കാണുക. ആരെല്ലാം എന്റെ പേരിൽ ഏറ്റു പറയുന്നുണ്ട്. നേരത്തെ അങ്ങനല്ലായിരുന്നു. നമുക്ക് ന്യായപ്രമാണങ്ങൾ, കുറെ നിയമങ്ങൾ, ഈ നിയമങ്ങളെല്ലാം പാലിച്ച് ഓരോ വർഷവും ചെയ്ത് എന്നിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം മാറ്റി നമ്മളിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. ഇതങ്ങനെയല്ല. കർത്താവായ യേശു, നിനക്ക് പൈസ അടയ്ക്കണ്ട, നിനക്ക് മല കയറണ്ട, നിനക്ക് വേറെ ഒന്നും ചെയ്യണ്ട. നീ ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിക്കണം. ദൈവപുത്രൻ എനിക്കായിട്ട് ഈ ഭൂമിയിൽ വന്നു. ഞാൻ ചെയ്ത പാപമെല്ലാം അവൻ ഏറ്റെടുത്ത്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട്, പറയാൻ കൊള്ളരുതാത്ത തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അവൻ ഏറ്റെടുത്തിട്ട് ആ ജീവൻ നമുക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു, അർപ്പിക്കുമായിരുന്നു. കുരിശിൽ അർപ്പിച്ച് യാഗമായി തീർന്നു. ഈ യാഗത്തിൽ തൃപ്തനായ ദൈവം എന്തിനു വേണ്ടി യാഗത്തിൽ തൃപ്തനായി? നമ്മളെല്ലാം വീണ്ടെടുക്കാൻ വേണ്ടി സ്വപുത്രനെ ഒരു നേരത്തേക്ക് ഉപേക്ഷിച്ചു. അങ്ങനെ അവൻ മരിച്ചു അടക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നീയും ഇന്ന് ജീവിക്കുന്നു. നീ ഇത് വിശ്വസിച്ചാൽ അതായത് നമ്മൾ ഇത് വിശ്വസിക്കുമ്പോഴത്തേക്കും നമ്മളൊരു അത്ഭുത പ്രകാശത്തിലേക്ക് വന്നേക്കുക. നമ്മള് ഈ അന്ധകാരത്തിലായിരുന്നതിൽ നിന്ന് നമുക്കൊരു വെളിപ്പാട് കിട്ടിയെന്തോ? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മളെ വീണ്ടെടുത്തുമ്പോൾ നമ്മളിത് വിശ്വസിക്കുമ്പോൾ ഈ അന്ധകാരത്തിൽ നിന്ന് നമ്മൾ അത്ഭുത പ്രകാശത്തിലാണ്. കാരണം നമ്മളിപ്പോ കർത്താവിന്റെ സന്നിധിയിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാ കൊണ്ട് ഏറ്റുപറഞ്ഞു. ഇനി ഒരെണ്ണം കൊണ്ട് അത് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുക എന്ന് പറഞ്ഞ, അത് കർത്താവ് പറയുന്നത് എന്റെ കൽപ്പനയെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൽപ്പനയും കൂടെ അനുസരിക്കുമ്പോൾ നീ ശുദ്ധനായി തീർന്നു. എന്നിട്ട് നീ വീണ്ടും പാപം ചെയ്യുക എന്നല്ല, നിന്നിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഉണർവുണ്ടാവും. ഒരു പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വരും. അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ കൺട്രോൾ ചെയ്യും. മോനെ നീ അങ്ങോട്ട് പോകണ്ട, മോനെ നീ ഈ വഴിക്ക് പോകണ്ട, മോനെ ഈ നേരായ മാർഗത്തിൽ പോകുന്നു പറഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലിരുന്ന് ഹേമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് നമുക്കൊരു വിടുതല. അപ്പം എനിക്ക് പറയാനുള്ളത്, എന്റെ ജനത്തിനോട് ഇപ്പൊ പറയാനുള്ളത്, നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഇതാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തമായി. ഈ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് കർത്താവിൽ നിങ്ങൾ വിശ്വസിച്ച് അവനെ ഹൃദയം കൊണ്ട് ഹല്ലേലൂയ വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞ് അവന്റെ കൽപ്പനയെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ കർത്താവിന്റെ വരവില് ആ മേഘപ്രത്യക്ഷതയിൽ എടുക്കപ്പെടും. പക്ഷേ നമ്മൾ നാളെയാകാമെന്നും ഒരിക്കലും ചിന്തിക്കരുത്. നാളെ കർത്താവിന്റെ വരവ്, നാളെ നീ മരിച്ചു പോയാൽ ഏറ്റു പറയുന്നതിന് മുമ്പ് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. നീ ഏറ്റു പറയാതിരുന്നാൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടത്തില്ല. അപ്പൊ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ നമ്മളെല്ലാവരും ഹല്ലേലൂയ ധൈര്യമായിട്ടിരിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾക്കൊക്കെ ഒരു അനുഗ്രഹമായി തീർന്നെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നന്ദി, എല്ലാവർക്കും നന്ദി. നമസ്കാരം.